എൻ്റെ വിശ്വാസം വർദ്ധിച്ച് വർദ്ധിച്ച് എനിക്കിപ്പോൾ ഭ്രാന്തായി മാറിയോ എന്ന് ചിന്തിക്കുന്ന ഒത്തിരി പേർ നമ്മുടെ ആത്മീയ ഗോളത്തിനകത്തുണ്ട്. കാരണം എന്തൊരു കാര്യവും പ്രാർത്ഥിച്ച് തീരുമാനമെടുക്കുന്നു, എന്തൊരു കാര്യത്തിനും പ്രാർത്ഥിക്കാമെന്ന് പറയുന്നു, ലഭിക്കുന്ന സമയമൊക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടി വേർതിരിക്കുന്നു. കൂടുതൽ സമയവും പ്രാർത്ഥനയിലും വചനധ്യാനത്തിലും ഉറ്റിരിക്കാൻ ആഗ്രഹിക്കുന്നു. അവർ മറ്റുള്ളവരിൽ നിന്ന് അകന്ന് നിന്നിട്ട് ലഭിക്കുന്ന സമയം ദൈവത്തിന് കൊടുക്കാമെന്ന് തീരുമാനമെടുക്കുന്നു. അതുകൊണ്ട് ഞാൻ നോർമൽ അല്ലേ, ഞാനൊരു ഭ്രാന്ത് ആയിപ്പോയോ, എനിക്ക് ഭ്രാന്തായി പോയോ, ഈ വിശ്വാസം വർദ്ധിച്ച് ഭ്രാന്തായ ഒരു അനുഭവത്തിലാണോ എന്നൊക്കെ ചിന്തിച്ച് സ്വയം കുറ്റപ്പെടുത്തി പ്രാർത്ഥനകളിൽ നിന്നും ദൈവത്തിൽ നിന്നും അകന്നു മാറി നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്നത്തെ സന്ദേശം നിങ്ങൾക്കുള്ളതാണ്. ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത് എല്ലാ കാര്യവും ദൈവത്തോടു കൂടെ ആരംഭിക്കുക. ഏതൊരു കാര്യവും ദൈവത്തോടു കൂടെ ആരംഭിക്കുക. സദൃശവാക്യങ്ങൾ 16-ാമത്തെ സദൃശവാക്യം 3-ാമത്തെ വചനം ഇങ്ങനെയാണ് പറയുന്നത്. അതിന് 3-ാമത്തെ വാക്യം, നിന്റെ പ്രവൃത്തികളെ യഹോവയ്ക്ക് സമർപ്പിക്കുക, എന്നാൽ നിന്റെ ഉദ്ദേശങ്ങൾ സാധിക്കും. നിന്റെ പ്രവൃത്തികളെ യഹോവയ്ക്ക് സമർപ്പിക്കുക, എന്നാൽ നിന്റെ ഉദ്ദേശങ്ങൾ സാധിക്കും. ശ്രദ്ധിക്കണമേ, ദൈവത്തോടു കൂടെ ആരംഭിക്കുക, എന്നാൽ നിന്റെ ഉദ്ദേശങ്ങൾ സാധിക്കും. ദൈവത്തോടു കൂടെ തുടങ്ങുക, എന്നാൽ നിന്റെ ഉദ്ദേശങ്ങൾ സാധിക്കും. ഏതൊരു കാര്യവും ദൈവത്തോടു കൂടെ ആരംഭിക്കുന്നതിനകത്ത് ഒരു പരിപൂർണത ഉണ്ട് എന്ന് ദൈവം നമ്മോട് പറയുന്നു. സദൃശവാക്യങ്ങൾ 3:6 ഇങ്ങനെയാണ് പറയുന്നത്, നിന്റെ എല്ലാ വഴികളിലും അവനെ നിലച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. ഒരു വ്യക്തി നടക്കുന്നു, ഒരു വ്യക്തി ഓടുന്നു, ഒരു വ്യക്തി പ്രവർത്തിക്കുന്നു. ഏത് കാര്യത്തിനും അവൻ ചലിക്കേണ്ടത് ആവശ്യമാണ്. നടക്കുന്നതിനാണെങ്കിലും പ്രവർത്തിക്കുന്നതിനാണെങ്കിലും ജോലി ചെയ്യുന്നതിനാണെങ്കിലും ഉല്ലസിക്കുന്നതിനാണെങ്കിലും കായികാധ്വാനത്തിന് വേണ്ടി നിൽക്കുന്നതാണെങ്കിലും അവൻ ചലിക്കേണ്ടി വരുന്നു. ബൈബിൾ പറയുന്നു, നിന്റെ എല്ലാ വഴികളെയും നോക്കൂ, ബൈബിൾ പഠിപ്പിക്കുന്നൊന്ന് ശ്രദ്ധിച്ചേ, പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നത് എന്താണെന്ന് ശ്രദ്ധിച്ചേ. എല്ലാ വഴികളിലും, എല്ലാ കാര്യങ്ങളിലും, എല്ലാ ചലനങ്ങളിലും അവനിലേക്ക് നോക്കുന്നത് ഭ്രാന്തല്ല. ഏത് കാര്യത്തിനും പ്രാർത്ഥിക്കാമെന്ന് പറയുന്നത് ഭ്രാന്തല്ല. ഏത് കാര്യങ്ങളും പ്രാർത്ഥിച്ച് ദൈവം പറയുന്നത് എന്താ എന്ന് നോക്കട്ടെ എന്ന് ചിന്തിക്കുന്നത് ഭ്രാന്തല്ല. അതൊരാത്മപൂർണന്റെ സ്വഭാവ സവിശേഷതയാണ്. ലോകമനുഷ്യൻ പറയുന്നു എന്തിനും പ്രാർത്ഥിക്കാമെന്ന് പറയുന്നത് ഭ്രാന്തിന്റെ ലക്ഷണമാണെന്ന്. ഈ വിശ്വാസം നല്ലതാണ്, പക്ഷേ നിന്റെ ഈ സ്വഭാവം കണ്ടിട്ട് അന്ധവിശ്വാസമാണെന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറയുന്നത് ലോക മനുഷ്യന്റെ ഭാഷയാകുമ്പോൾ പരിശുദ്ധാത്മാവുള്ള മനുഷ്യൻ ഇവിടെ എഴുതി വെച്ചിരിക്കുകയാണ്. അല്ല, പരിശുദ്ധാത്മാവ് തന്നെ ഇവിടെ എഴുതണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക. പ്രിയപ്പെട്ട സുഹൃത്തെ, നീ എല്ലാ കാര്യങ്ങളിലും ദൈവത്തെ നനയ്ക്കുന്ന ഒരു വ്യക്തിയാണോ? എല്ലാ കാര്യങ്ങളും പ്രാർത്ഥിച്ച് തീരുമാനമെടുക്കുന്ന വ്യക്തിയാണോ? എല്ലാ കാര്യങ്ങളും വചനമെടുത്ത് തീരുമാനമെടുക്കുന്ന ഒരു വ്യക്തിയാണോ? എല്ലാ കാര്യങ്ങൾക്കും പ്രാർത്ഥിച്ചാൽ മതി എന്ന് തീരുമാനിക്കുന്ന ഒരു വ്യക്തിയാണോ? നിങ്ങളൊരു ആത്മനിറവുള്ള മനുഷ്യനാണെന്ന് ഞാൻ പറയും. നിങ്ങളൊരു ദൈവകൃപയുള്ള മനുഷ്യനാണെന്ന് ഞാൻ പറയും. സഹോദരൻ, നീ പലയിടത്തും നിനക്ക് ജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകത്തില്ല. പല കാര്യങ്ങളും ഇപ്പോഴും നിങ്ങൾക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ടാകത്തില്ല. പല കാര്യങ്ങളിലും ഇപ്പോഴും പൂർണ്ണത കാണാൻ കഴിഞ്ഞിട്ടുണ്ടാകത്തില്ല. പക്ഷേ നിങ്ങളുടെ വഴി തെറ്റാണെന്നല്ല അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതിനൊന്നും മറുപടി കിട്ടിയില്ലെങ്കിലും, പൂർണ്ണത വന്നില്ലെങ്കിലും, നിങ്ങൾ അതൊന്നും ഇതുവരെ പൂർണ്ണ അളവിൽ നേടിയില്ലെങ്കിലും നിങ്ങൾ എടുത്ത ഡിസിഷൻ തെറ്റാണെന്നല്ല അത് അർത്ഥമാക്കുന്നത്. നീ പോയിക്കൊണ്ടിരിക്കുന്നത് കറക്റ്റ് ആണ്. നീ പോയിക്കൊണ്ടിരിക്കുന്നത് റൈറ്റ് വേയിലാണ്. നീ എടുത്തിരിക്കുന്ന തീരുമാനങ്ങളെല്ലാം കറക്റ്റ് ആണ്. കാരണം ബൈബിൾ പറയുന്നു, ആമേൻ, സങ്കീർത്തനങ്ങൾ 37:4
അങ്ങനെ തീരുമാനമെടുത്തവൻ, എന്റെ ഹൃദയത്തിൽ കർത്താവ് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞവൻ, എന്നോട് ദൈവം ഇടപെടട്ടെ എന്ന് പറഞ്ഞവൻ, ഞാൻ അവനിലാണ് ആശ്രയം വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞവൻ, ആമേൻ ആമേൻ, എന്റെ പ്രവൃത്തികളെല്ലാം ഞാൻ ദൈവത്തിന് സമർപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞവൻ, ഞാൻ ദൈവത്തിലേക്കും ദൈവപ്രവൃത്തിയിലേക്കും നോക്കുന്നു എന്ന് പറഞ്ഞവനെ കുറിച്ച് സങ്കീർത്തന പുസ്തകം 37:4 പറയുന്നത് ഇങ്ങനെയാണ്: അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. മനുഷ്യന്റെ മനസ്സിൽ തോന്നിയതാ പറഞ്ഞത്. നീ എല്ലാം ഇങ്ങനെ പ്രാർത്ഥന എന്ന് പറയുന്നത്, പ്രാർത്ഥിക്കാന്ന് പറയുന്നത് അത് ഭ്രാന്താണെന്ന്, പൊട്ടത്തരമാണെന്ന്, അവൻ വിഡ്ഢിത്തമാണെന്ന്, ബുദ്ധിഹീനതയാണെന്ന്. പക്ഷെ ആത്മാവുള്ളവൻ പറയുന്നു, പരിശുദ്ധാത്മാവ് പറയുന്നു, ആമേൻ, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരുന്നൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. താങ്കളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ താങ്കൾക്ക് തരുന്ന ഒരു ദൈവമുണ്ട്. സങ്കീർത്തന പുസ്തകം തന്നെ 55:22 ഇങ്ങനെയാ പറയുന്നത്: നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. വെരി ഇമ്പോർട്ടന്റ് വേർഡ്. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ. ദൈവത്തിന്റെ നീതിയിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? നിങ്ങൾ നീതിയോടെ ജീവിക്കുന്നുവോ? നിങ്ങളുടെ ജീവിതം കറക്ഷന് നിങ്ങൾ വിധേയമാക്കുന്നുവോ? ഡേ ടു ഡേ ദൈവത്തിന്റെ വചനം വെച്ച് നിങ്ങളുടെ ജീവിതം നിങ്ങൾ ക്ലിയർ ചെയ്തും കറക്റ്റ് ചെയ്തുമാണോ മുമ്പോട്ട് പോകുന്നത്? അറിഞ്ഞോ അറിയാതെയോ ജീവിതത്തിൽ ഒരു തെറ്റ് സംഭവിക്കുമ്പോൾ അതിനെതിരെ ഒന്ന് അനുദപിച്ച് പ്രാർത്ഥിക്കാൻ നിങ്ങൾ തയ്യാറെടുക്കുന്നുണ്ടോ? സമയമെടുക്കുന്നുണ്ടോ? എന്തെങ്കിലുമൊക്കെ അബദ്ധവശാൽ ജീവിതത്തിൽ സംഭവിച്ചു പോകുമ്പോൾ അതൊക്കെ ഒന്ന് കറക്ഷന് വിധേയമാക്കി ദൈവസന്നിധിയിൽ ഒന്ന് അനുദപിച്ച് പ്രാർത്ഥിച്ച് ഒരു ശുദ്ധീകരണം പ്രാപിക്കാൻ നിങ്ങൾ തയ്യാറെടുക്കുന്നുണ്ടോ? നിങ്ങൾ ചെയ്യുന്നുണ്ടോ? സമയമെടുക്കുന്നുണ്ടോ? അങ്ങനെയുള്ളവരെ കുറിച്ച് ബൈബിൾ പറയുന്നു, നീ നീതിമാനാണ്. നീതിമാൻ കുലുങ്ങിപ്പോകാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. നീതിമാൻ കുലുങ്ങിപ്പോകാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. ഒന്നിനെ കുറിച്ചും നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ച്. ആർക്കാണ് ദൈവത്തോട് ദൈവത്തിന്റെ ചുമലിൽ ഭാരം വെക്കാൻ ദൈവം ആരെ അനുവദിക്കുന്നേ? ബൈബിൾ പറയുന്നു, ഭൂലോകത്തിലുള്ള സകല മനുഷ്യനെ എന്നല്ല, നീതിമാനെ. ദൈവത്തിന്റെ വചനത്തിൽ ദൈവം പറഞ്ഞിരിക്കുന്ന നീതിയെക്കുറിച്ച് ബോധമുള്ളവനെ, ജീവിതം ഞാൻ പറഞ്ഞതുപോലെ നീതിയുള്ളതാക്കി തീർക്കാൻ ശ്രമിക്കുന്നവനെ, ക്രിസ്തു നീതീകരിച്ചവനെ, ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവനെ, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവനെ, വീണ്ടും ജനനം പ്രാപിച്ചവനെ, ജീവിതം കുറ്റമറ്റതാക്കി തീർക്കാൻ ശ്രമിക്കുന്നവനെ നീതിമാൻ എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. അശുദ്ധി ജീവിതത്തിൽ സംഭവിക്കാത്തവരല്ല നീതിമാൻ. അശുദ്ധിയും അതിക്രമങ്ങളും ലംഘനങ്ങളും ജീവിതത്തിൽ വന്നു പോയി എന്ന് തിരിച്ചറിഞ്ഞാൽ ഉടനെ അത് കറക്റ്റ് ചെയ്ത് നീതിമാന്റെ അനുഭവത്തിലേക്ക് കയറാൻ ശ്രമിക്കുന്നവനെ ബൈബിൾ പറയുന്നു, അവന്റെ ഭാരം എന്റെ മേൽ വെച്ചാൽ എനിക്കത് ഭാരമാകുകയില്ല, ഞാൻ അവനെ പുലർത്തും. ഞാൻ അവനെ പുലർത്തും. ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് ആരോടോ പറയുന്നു, കർത്താവിന്റെ നീതീകരണത്തിലേക്ക് വന്നിട്ട് പിന്നെയും അനീതിയിലേക്കും അഴിമതിയിലേക്കും അക്രമത്തിലേക്കും അശുദ്ധിയിലേക്കും വഴുതി വീണുപോയ ചിലരോട് ദൈവാത്മാവ് പറയുന്നു, ക്രിസ്തുവിന്റെ നീതീകരണത്തിലേക്ക് കയറി വരിക. പലരുടെയും വാക്ക് നിന്നെ വേദനിപ്പിച്ചെങ്കിൽ, പ്രാർത്ഥിക്കുന്നതിന് പോലും ഇപ്പോൾ ചിലർ വിരൽ ചൂണ്ടുന്നുവെങ്കിൽ, പ്രാർത്ഥിക്കുന്നതിന് നേരെ വിരൽ ചൂണ്ടുന്നുവെങ്കിൽ, നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഇപ്പൊ എന്തുവാ ഇപ്പൊ ഇവിടെ നേടി, എന്തുവാ ഇപ്പൊ സംഭവിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് പ്രാർത്ഥനയിൽ നിന്ന് നിങ്ങളെ പുറകിലോട്ട് വലിക്കുന്നെങ്കിൽ തിരിച്ചു വരിക, മടങ്ങി വരിക. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവർ ഒരു നാളും സമ്മതിക്കുകയില്ലെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4:6, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്ര വേണം. ഇവിടെ പൗലോസ് പോലും പറയുന്നു, വിചാരപ്പെടുന്ന സമയം കൊണ്ട് പ്രാർത്ഥിക്കുക, എന്തിനു വേണ്ടിയും പ്രാർത്ഥിക്കുക. ഭ്രാന്താണോ പ്രാർത്ഥിക്കുന്നത്? എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഭ്രാന്താണോ? എല്ലാത്തിനു വേണ്ടിയും പ്രാർത്ഥിക്കുന്ന ഭ്രാന്താണോ? അല്ല. ബൈബിൾ പറയുന്നു, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും
അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. ഹല്ലേലൂയ. പത്രോസിന്റെ 1-ാമത്തെ ലേഖനം 5:7 പറയുന്നു, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. സഹോദരി, ഈ വചനങ്ങളൊക്കെ ഇന്ന് ആരോടോ കർത്താവ് ഉറപ്പിച്ച് സംസാരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളൊരു കടഭാരത്തിനകത്തായിരിക്കാം, നിങ്ങൾ എന്തെങ്കിലും ഒരു തർക്കത്തിനകത്തായിരിക്കാം, തടസ്സങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാം, ഒരു മറുപടി കിട്ടാത്ത, ഒരു പിക്ചർ ഇല്ലാത്തൊരു അനുഭവത്തിൽ നിങ്ങളുടെ ജീവിതം പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇനി പ്രാർത്ഥിക്കണോ വേണ്ടായോ, ഇനി വിശ്വാസ ജീവിതത്തിൽ നിൽക്കണോ വേണ്ടായോ, ജീവിക്കണോ മരിക്കണോ, ഇങ്ങനെ പല ചിന്തയിൽ നിൽക്കുന്ന താങ്കളോട് ദൈവാത്മാവ് പറയുന്നു, പ്രാർത്ഥനയിലേക്ക് വീണ്ടും കയറുക. വിശ്വാസം എന്നതോ, വിശ്വസിക്കുക എന്നതോ, ദൈവവിശ്വാസം എന്നതോ, പ്രാർത്ഥന എന്നതോ ഒരു ഭ്രാന്തിന്റെ ലക്ഷണമോ അല്ല. അത് ആത്മാവുള്ളവന്റെ ജീവിത ശൈലിയാണ്. സോ നിങ്ങൾ പ്രാർത്ഥനയിലേക്ക് കയറുക. കർത്താവ് നിങ്ങളെ കരുതാൻ പോകുന്നു. നീ കുലുങ്ങിപ്പോകാനോ നിന്റെ അടിസ്ഥാനം ഇളകാനോ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ റേഞ്ച് ദൈവം മാറ്റും. നിങ്ങളുടെ ലൈഫ് ദൈവം ചേഞ്ച് ചെയ്യും. കർത്താവാണ് നിങ്ങളെ വിളിച്ചത്, ഒരു മനുഷ്യരല്ല നിങ്ങളെ വിളിച്ചത്. നിങ്ങളൊരു പ്രവചന ശബ്ദം കേട്ട് ഇറങ്ങിയ വ്യക്തിയായിരിക്കാം, പക്ഷെ കർത്താവാണ് നിങ്ങളോട് സംസാരിച്ചത്. നിങ്ങളൊരു ദൈവശബ്ദം കേട്ട് ഇറങ്ങിയ വ്യക്തിയാണെങ്കിൽ നിങ്ങൾ കുലുങ്ങേണ്ട കാര്യമില്ല, നിങ്ങൾ മടുത്തു പോകണ്ട. നിങ്ങളെ ദൈവം കരുതിയ സന്ദർഭങ്ങളെ കുറിച്ച് ഓർക്കാൻ ദൈവം ചിലരോട് ഓർമ്മപ്പെടുത്തുകയാണ്, ആലോചന പറയുകയാണ്. നിങ്ങളെ ദൈവം കരുതി, നിങ്ങളെ ദൈവം രക്ഷപ്പെടുത്തി, നിങ്ങളെ ദൈവം നടത്തി, നിങ്ങളെ ദൈവം നിലനിർത്തി, നിങ്ങളെ ദൈവം മാനിച്ച വിധങ്ങളെ ഒന്ന് തിരിഞ്ഞു ചിന്തിക്കാൻ ദൈവം ചിലരോട് ആലോചന പറയുന്നു. ഇന്ന് ദൈവം ആരെയൊക്കെയോ ജീവിതത്തിലേക്ക് പുതിയ കാറ്റ് വീശുന്നത് ഞാൻ ആത്മാവിൽ എനിക്കത് സെൻസ് ചെയ്യാൻ കഴിയും. ആരുടെയൊക്കെ ലൈഫിലേക്ക് പുതിയൊരു ഫ്രഷ് വിൻഡ് ദൈവം ആരുടെയൊക്കെ ലൈഫിലേക്ക് വീശുകയാണ്. ഏതൊക്കെയോ മനപ്രയാസത്തിലൂടെയും മനഭാരത്തിലൂടെയും മാനസിക തകർച്ചയിലൂടെയും മനോവ്യഥയിലൂടെയും മാനസിക പിന്മാറ്റത്തിനകത്തുമൊക്കെ ഇരിക്കുന്ന ചിലരിലേക്ക് ഈ ഫ്രഷ് വിൻഡ് പരിശുദ്ധാത്മാവ് ഈ വേർഡിലൂടെ കർത്താവ് വീശുകയാണ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക്, നിങ്ങളുടെ മനസ്സിനകത്ത് സാത്താൻ കെട്ടിയ കോട്ടകളുടെ മേൽ ഈ കാറ്റടിക്കുന്നു, അത് ഇടിയുന്നു. അത് പുതുതായി ഒരു ഹൃദയമായി ദൈവാത്മാവ് ഇന്ന് അത് പണിതെടുത്ത് കർത്താവിന്റെ ആ പുതുശക്തിയെ പ്രാപിക്കാൻ ദൈവം ഒരുക്കിയെടുക്കുകയാണ്. മടുത്തു പോകരുത്, ഉത്സാഹത്തിൽ മടുപ്പുണ്ടാകരുത്. ദൈവം ബലപ്പെടുത്തും, ദൈവം നിങ്ങളെ കരുതും, നിങ്ങളുടെ കുടുംബത്തെ ഒക്കെ കർത്താവ് മാനിക്കും, ഉയർത്തും. ഒരിക്കലും കൈവിടത്തില്ല കേട്ടോ, ദൈവം ഒരിക്കലും കൈവിടത്തില്ല. നോക്കൂ, ഒരിക്കലും ദൈവം കൈവിടത്തില്ല. വിഷമിക്കരുത്, നിരാശപ്പെടരുത്. നിങ്ങൾക്കിപ്പോ കണ്ണ് നിറയുന്നുണ്ടായിരിക്കും, നിങ്ങളുടെ ഉള്ളം വിങ്ങുന്നുണ്ടായിരിക്കും. കരയുക. ഈ ശബ്ദം നിങ്ങളെ കരയിക്കാനുള്ളതല്ല, ഈ ശബ്ദം ദൈവത്തിൽ നിന്നുള്ളതാണ്. സോ നിങ്ങൾക്കൊരു ആശ്വാസത്തിനായിട്ടാണ്. നിങ്ങൾ കരയുന്നുവെങ്കിൽ നിങ്ങളുടെ വേദനകൾ യേശുവിന്റെ നാമത്തിൽ അത് ഉരുകി തുടങ്ങി എന്നാണ് അതിന്റെ അർത്ഥം. നിങ്ങളുടെ ചങ്ക് ഇപ്പോൾ പിടയുന്നുണ്ടെങ്കിൽ സാത്താൻ നിങ്ങളുടെ ഉള്ളിൽ കൊണ്ടിട്ട എല്ലാ അൺനെസസറി തോട്ട്സ്, അതിന്റെ എല്ലാ ബേസ്മെന്റ് ഇളകുന്നു എന്നാണ് അതിന്റെ അർത്ഥം. Come on, receive your deliverance now in the mighty name of Jesus. Receive your deliverance now. യേശു നിന്നെ തൊടുന്നു, യേശു നിന്റെ ജീവിതത്തെ സൗഖ്യമാക്കുന്നു, യേശു നിന്റെ ജീവിതത്തിന്റെ മേൽ ഒരു പുതിയ ഉണർവ് നൽകുകയാണ്. In Jesus' name, Amen.